ഭഗവത്ഗീത എല്ലാവർക്കും അറിയാം. പക്ഷെ ഉദ്ധവഗീത അറിയുമോ? ശ്രീകൃഷ്ണൻ തൻ്റെ അവസാന സാന്നിധ്യത്തിൽ പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ ആ മഹാസമുദ്രം, ഭക്തിയും ജ്ഞാനവും ഒരുമിച്ചുള്ള ശുദ്ധമായ ഉപദേശം. നമസ്കാരം, എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ഉദ്ധവഗീതയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലെ സ്കന്ധം 11 വളരെ ആഴമുള്ള തത്വചിന്തയുടെ ഒരു ഭാഗമാണ് ഉദ്ധവഗീത. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ശിഷ്യനായ ഉദ്ധവനോടൊപ്പം നടത്തുന്ന അവസാന ഉപദേശങ്ങളിൽ ഉൾക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും ദാർശനിക ഭാവമുള്ള അദ്വൈതവും ഭക്തിയും എല്ലാം ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. ഉദ്ധവഗീതയുടെ പ്രധാന ആശയങ്ങളിൽ പ്രധാനമായിട്ടും വരുന്നത് ഭക്തിമാർഗമാണ്. അതായത് ഭഗവത് ഭക്തിയിലൂടെ മോക്ഷം, ജ്ഞാനവും യോഗവും മുതൽക്കൂട്ടായിട്ടുള്ള ഭക്തിയാണ് അന്തിമം എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നു. ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് പറയുന്നുണ്ട്, ഭക്തിയുള്ളവർ എനിക്ക് ഏറ്റവും പ്രിയരാണ്, അവർക്ക് ഞാൻ സ്വയം മോക്ഷം നൽകും. ഭക്തി കഴിഞ്ഞാൽ പിന്നീട് പ്രാധാന്യം അർഹിക്കുന്നത് വൈരാഗ്യമാണ്. അതായത് ലോകത്തെ സംബന്ധിച്ച അതിഭ്രമങ്ങളും ആകർഷണങ്ങളും ഉപേക്ഷിക്കണമെന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിക്കുന്നത്. പിന്നീട് മുനിഗാഥകൾ, അവതാര കഥകൾ, അതായത് നിരവധി സന്യാസിമാരുടെയും ധ്യാനികളുടെയും കഥകൾ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അവതാരധർമ്മം, സ്വധർമ്മം, അഹങ്കാരശൂന്യത, സമദർശനം ഇവയെക്കുറിച്ച്. പിന്നീട് അഹംഭാവമാണ് ഉദ്ധവഗീതയുടെ ഏറ്റവും പ്രധാന ഭാഗങ്ങളിൽ ഒന്ന്. അതായത് അഹം ബ്രഹ്മാസ്മി എന്നത്, ഭഗവാനെ അല്ലാതെ മറ്റെന്തും യാഥാർത്ഥ്യമുള്ളതല്ല എന്ന തിരിച്ചറിവ്. ആത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഏകത്വം, ആത്മാവും പരമാത്മാവും വേറെയല്ല എന്ന് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥ ജ്ഞാനി. നിന്റെ മനസ്സും ബുദ്ധിയും എനിക്കെല്ലാം സമർപ്പിച്ചാലോ ഞാൻ നിന്നെ മോക്ഷത്തിലേക്ക് നയിക്കും. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനെ യുദ്ധം ചെയ്യാൻ തൻ്റെ ക്ഷത്രിയ ധർമ്മമനുസരിച്ച് കർമ്മം നിർവഹിക്കാനാണ് ഉപദേശിക്കുന്നത്. എന്നാൽ ഉദ്ധവഗീതയിൽ കൃഷ്ണൻ ഉദ്ധവനോട് ഭക്തിയോടെ താൻ കാണിച്ച മാർഗത്തിൽ പ്രവർത്തിക്കാനും താൻ ഇപ്പോൾ ഭൂമിയിൽ ശാരീരികമായി ഇല്ലാതിരുന്നാലും മോക്ഷം നേടാനും എങ്ങനെ കഴിയുമെന്നും വിശദമായി ഉപദേശിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് ആദ്യമായി പറയുന്നത് ഇങ്ങനെയാകുന്നു: മോക്ഷം നേടണമെങ്കിൽ നീ ഈ ലോകത്തെ ബന്ധങ്ങളെയും ആസക്തികളെയും ഉപേക്ഷിക്കണം. നിന്റെ മനസ്സ് ഭഗവാനിലേക്ക് ഏകാഗ്രമാക്കണം. അതിനോടനുബന്ധിച്ച് ശ്രീകൃഷ്ണൻ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു. ആത്മീയ ബന്ധമില്ലാതെ ജീവിക്കുന്നവൻ സഞ്ചരിച്ചു തീരാത്ത കർമ്മചക്രത്തിൽ വീണ് പോകുന്നവനാണ്. അവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപം മറന്ന് സന്തോഷത്തിനും മോക്ഷത്തിനും വഴിതെറ്റിയാണ് പോകുന്നത്. അതായത് യാഥാർത്ഥ്യമല്ലാത്തത് ഒന്നും തന്നെ ദീർഘകാലം ആസ്വദിക്കാനാവില്ല. അത് സ്വപ്നം പോലെയോ ഇരുട്ടുപോലെയോ ആകുന്നു. അത് മറയ്ക്കുമ്പോൾ മാത്രമാണ് ജ്ഞാനി ഉണരുന്നത്. ഉപസംഹാരമായി കൃഷ്ണൻ ഉദ്ധവനോട് പറയുന്നത്, നീ സ്വമനസ്സിലെ ഭഗവത് പ്രീതിയിലേക്ക് ക്ഷമയോടെയും സമത്വ ബുദ്ധിയോടെയും ചലനം ചെയ്യുക എന്നതാണ്. അതിലൂടെയാണ് മോക്ഷം, അതിലൂടെയാണ് ശാന്തി. ആത്മീയ ബന്ധമില്ലാതെ ജീവിക്കുന്നവൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവൻ കരുതുന്നില്ല അവൻ വീണ്ടും വീണ്ടും ഈ കഷ്ടപരിപൂർണമായ ലൗകിക ലോകത്തിലേക്ക് ജനിക്കുമെന്ന്. ശ്രീകൃഷ്ണൻ ഉദ്ധവനെ പഠിപ്പിക്കുന്നു, എനിക്ക് എല്ലായിടത്തും സാന്നിധ്യമുണ്ടെന്ന് നീ തിരിച്ചറിയണം. ഞാൻ ഒരു മുത്തുമാലയിലെ നൂല് പോലെയാണ്, എല്ലാ ജീവികളിലും ഞാനുണ്ട്. ഇത് അർജുനനോട് പറയുന്നത് പോലെയാണ്. ഇതിനു ശേഷവും അർജുനനെ തന്നെ ഉദ്ധവനും പറയുന്നുണ്ട്, യോഗം എന്ന ആത്മനിയന്ത്രണ ശാസ്ത്രം എനിക്ക് നിർവഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ദയവായി കൂടുതൽ ഉപദേശങ്ങളാൽ എന്നെ സഹായിക്കണം. ശ്രീകൃഷ്ണൻ ഉദ്ധവനോട് സ്നേഹപൂർവ്വം മറുപടി പറഞ്ഞു, ഉദ്ധവ, മനസ്സിനെ നീ തളർത്തേണ്ടതില്ല. മനസ്സിനെ സ്നേഹപൂർവ്വമായി ഭഗവാനിലേക്ക് അടുപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാ ജീവനുകളിലും എന്നെ കാണാനുള്ള ഭാവനയിലൂടെയും നീ മനസ്സിനെ ശാന്തമാക്കണം. ഈ സാന്നിധ്യം ആസ്വദിക്കുവാനും ഉപേക്ഷിക്കാതിരിക്കുവാനും നീ തയ്യാറാകണം. സാക്ഷിയായി എല്ലാറ്റിനും ആ സാന്നിധ്യം പുലർത്തുന്നുവെന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെയുള്ള മനസ്സാണ് മോക്ഷത്തിന് യോഗ്യമായത്. മനസ്സിനെ ജയിക്കാൻ ശ്രമിക്കേണ്ടതില്ല, മനസ്സിനെ ഭഗവാനിൽ ലയിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഇത് എങ്ങനെ സാധ്യമാകും? ഭക്തിയോഗം വഴി ഇത് സാധ്യമാകും. അല്ലെങ്കിൽ ശത്രുവിനും മിത്രനിലും ഒരേ പരമാത്മാവിനെ കാണുന്നത് വഴിയും സാധ്യമാകും. പുണ്യകഥാശ്രവണം വഴിയും സാധ്യമാകും. പിന്നെ ഇന്ദ്രിയങ്ങളെ ആകർഷണങ്ങളിൽ നിന്നും തിരിച്ചു പിടിക്കുക എന്ന അതിശ്രമകരമായ ജോലിയിലൂടെയും സാധ്യമാകും.
ഭഗവാൻ ഇങ്ങനെ പറയുന്നു, മനസ്സിനെ നാം എത്ര ട്രെയിൻ ചെയ്യാൻ ഒരുങ്ങിയാലും അത് ആകെയുള്ള ആകർഷണങ്ങളിൽ അകപ്പെടാം. പക്ഷേ അതിനെ ഭഗവാനിലേക്ക് സ്ഥിരമായി തിരിക്കുന്നവന് താനൊരു യോഗിയായി മാറുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. മനുഷ്യൻ വിവിധ ശരീരങ്ങളിലൂടെയുള്ള അനുഭവങ്ങളിലൂടെ താനൊരു ശുദ്ധാത്മാവാണ് എന്ന് തിരിച്ചറിയണം. ആകാശം എവിടെയും വ്യാപിച്ചിരിക്കുന്നത് പോലെ സ്വയം ഒരു സാക്ഷിയായ അന്തരാത്മാവായി കാണണം. മേഘങ്ങളെ കാറ്റ് എത്ര നീക്കിയാലും ആകാശം സ്പർശിക്കപ്പെടില്ല. അതുപോലെ മനുഷ്യൻ്റെ തന്നെ ഭൂമി, ജലം, അഗ്നി മുതലായ തന്മാത്രകളാൽ രചിക്കപ്പെട്ട ശരീരങ്ങളിൽ ബന്ധപ്പെടുന്നുമില്ല. പക്ഷേ അവയെ വെറും ഉപാധികളായാണ് കാണുന്നത്. ഇവയെ കാലത്തിൻ്റെ സ്വഭാവഗുണങ്ങൾ മാത്രമായി തിരിച്ചറിയണം.